കേരളത്തിലെ ആ ഒരു സംഘടനാ ശക്തി എങ്ങനെയാണ് ACC വിലയിരുത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ? അപ്പം നമുക്ക് ഇതിന്ന് വിലയിരുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. CPM-ൻ്റെ നയം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ ഇപ്പം വിജയരാഘവൻ്റെ പ്രസ്താവന വന്നു. വയനാട് ജയിച്ചത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് വർഗീയ വോട്ടുകളുണ്ടാണെന്ന്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒരിക്കലും വർഗീയത ഇളക്കി വിട്ട് തിരഞ്ഞെടുപ്പ് നടത്താറില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയത ഇളക്കി വിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയതും CPM ആണ് കേരളത്തിൽ. ഇപ്പോൾ ഓരോ സമയത്തും എന്താ പരീക്ഷണശാലയാണോ ഇലക്ഷൻ എന്ന് പറയുന്നത്? ഓരോ സമയത്തും ഓരോ പരീക്ഷണം നടത്തുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ എല്ലാ കാലങ്ങളിലും അനുവർത്തിക്കുന്ന നയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മതനിരപേക്ഷത സമ്പ്രദായത്തെ മുഴുവൻ അകറ്റി നിർത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് അവർ പോകുന്നത്. ഇത്ര സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയത പറയാൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ തയ്യാറാവുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പാർട്ടിയുടെ എല്ലാവരും കൂടെ രംഗത്തിറങ്ങുന്നു. ഇവരെങ്ങോട്ടാണ് പോകുന്നത്? രാജ്യവ്യാപകമായി അംബേദ്കർ വിഷയമുണ്ടായി. അതിനെക്കുറിച്ചൊരു അക്ഷരം CPM ജില്ലാ സമ്മേളനങ്ങളിൽ ഞാൻ കേട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഇത് ചോദ്യം ചോദിച്ചു. ഞാൻ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല. ഇന്നലെ എവിടെയോ പേരിന് പറഞ്ഞു മുഖ്യമന്ത്രി. പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുകയല്ലേ, അവരുടെ സമ്മേളനം നടക്കുകയല്ലേ, എവിടെയെങ്കിലും അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷായ്ക്കെതിരായിട്ട് ഒരക്ഷരം മിണ്ടാൻ അവർ തയ്യാറായോ? അപ്പോൾ അവരുടെ നയങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ നയങ്ങൾ? ദേശീയ തലത്തിൽ BJPയെ എതിർക്കുന്ന നയം സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ കേരളത്തിൽ വന്നാൽ ഫലത്തിൽ ഇതെല്ലാം BJPയുമായി സന്ധി ചെയ്യുന്ന നയങ്ങളാണ് സ്വീകരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അവരുടെ നയത്തിൽ നിന്നും വെള്ളം ചേർക്കലാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഒരു കാലത്തും മനസ്സിലാക്കിയോ, ഒരു കാലത്തും കൃത്യമാണ്, ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഒരു വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. തീവ്ര വർഗീയത, അത് ഹിന്ദു വർഗീയത ആയാലും മുസ്ലിം വർഗീയത ആയാലും മറ്റേതെങ്കിലും വർഗീയത ആയാലും, ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ജനങ്ങളിടയിൽ ദ്രോഹമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് വർഗീയതയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു ഇതെല്ലാം ഇപ്പം ഇന്നലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് CPM പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോട് ജയിച്ചതിന് നന്ദി പറയുന്ന MP-മാർ നിങ്ങൾ കണ്ടോ? CPM MP-മാർ ഇന്നലെ വന്നിട്ടുണ്ട് വാർത്ത, ശ്രദ്ധിച്ചിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി ജയിച്ചിരിക്കുന്ന MP-മാർ CPM-ൻ്റെ ഇന്നത്തെ ലോക്സഭയിലുണ്ട്. അവരുടെ ഓഫീസിൽ പോയിട്ട് നന്ദി പറഞ്ഞവരാണ് അവർ. ഇത് കേരളത്തിൽ ഞങ്ങളങ്ങനെ ചെയ്യുന്നവരല്ല. ഞങ്ങൾക്ക് കൃത്യമായ നയമാണ്, മതനിരപേക്ഷ നയമാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന നയമാണ്. ആരെങ്കിലും ഒരു വിഭാഗത്തെ എതിർക്കാൻ ശ്രമിച്ചാൽ ആ എതിർക്കാൻ ശ്രമിക്കുന്നവരെ നേരിടുന്ന നയമാണ്. ഞങ്ങളെല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന നയമാണ്, അതിനകത്ത് സംശയമില്ല. അപ്പോൾ അതിനകത്ത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ ന്യൂനപക്ഷ വിഭാഗത്തെ മുഴുവൻ എതിർക്കുകയാണോ CPM ചെയ്യേണ്ടത്? അപ്പോൾ അവരുടെ പോളിസിയിൽ എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അവർ പരിശോധിക്കട്ടെ.